കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീര കൽഭരണിയിലെ വെള്ളം തിരുനീര വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകവിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീര കാലികൾ മേൽക്കുൾ തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ കാലികൾ മേൽക്കുൾ തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരിതാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരിതാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ഞാനെത്ര ഭാഗ്യവാൻ ഞാനെത്ര ഭാഗ്യവാനേശു എൻ ജീവനെ കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീര ഓമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന കാഴ്ചയേകി നാഥൻ ഓമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന കാഴ്ചയേകി നാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി ഞാനെത്ര ഭാഗ്യവാൻ ഞാനെത്ര ഭാഗ്യവാനേശു എൻ ജീവനെ കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീര വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകവിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീര മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയം തേമ്പ്രവാൽ കടവിൻ്റെ
ദേശത്ത് ഞങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്ന അനുഗ്രഹീതരായ നന്മ നിറഞ്ഞ നല്ല നാട്ടുകാർക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അല്പസമയം ഈ ഉച്ച സമയത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ ഈ തേമ്പ്രവാൽ കടവിൽ പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് ഈ ശബ്ദമാധ്യമം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നിഷ്കളങ്കരും നേരുള്ളവരുമായ നല്ലവരായ ദേശവാസികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുകയാണ്. ഈ നല്ല സമയം ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭവനത്തിൻ്റെ ഉള്ളിലിരുന്ന് കേൾക്കുന്നവരും തെരുവുകളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുമായിട്ടുള്ള പ്രബുദ്ധരായ ദേശവാസികൾക്ക് ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മാറ്റമില്ലാത്ത സ്നേഹത്തെ അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ പറ്റി വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനം. ആ സത്യം ലോകത്തെ മറച്ചു വെച്ചിരിക്കുകയാണ് ഇരുട്ടിന്റെ അധികാരങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യന് ഈ സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും മനുഷ്യൻ പകയും വിദ്വേഷവും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സമസൃഷ്ടങ്ങളെയും മനസാക്ഷിയില്ലാതെ ദയയില്ലാതെ നികൃഷ്ടമായി ഉപദ്രവിക്കുന്നതിന് പീഡിപ്പിക്കുന്നതിനൊക്കെ ഇടയായി തീരുന്നത്. എന്നാൽ ഇന്ന് ഈ മധ്യാഹ്ന സമയം ഞങ്ങൾക്ക് ഈ നല്ല സ്നേഹത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവന്റെ സ്വഭാവത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപസംബന്ധമായ സ്വഭാവങ്ങൾക്ക്, വൈകൃതമുള്ള സ്വഭാവങ്ങൾക്ക്, മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യ ശൈലികൾക്ക്, സ്വഭാവ രീതികൾക്ക് ഒക്കെ മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സ്നേഹം. ഈ സ്നേഹം പകരപ്പെട്ട ദേശങ്ങളിൽ, വ്യക്തികളിൽ ഒക്കെ അത്ഭുതകരമായ രൂപാന്തരം ഉണ്ടാകുവാനിടയായി തീർന്നു. ഇന്ന് ഈ മധ്യാഹ്ന സമയം തേമ്പ്രവാൽ കടവിൽ നിന്നുകൊണ്ട് ഈ സ്നേഹത്തെ പറ്റി പറയുന്നതിന്റെ കാരണം ഇത് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. നമുക്കിന്ന് മുഖപുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ, വാർത്താ മാധ്യമങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ ദൈനംദിനം വരുന്ന വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭീകരമായ കൊലപാതകങ്ങളും പകവീട്ടലുകളും അക്രമങ്ങളും, അതുപോലെ പിടിച്ചുപറി, മോഷണം, രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, വർഗീയ ലഹളകൾ, തീവ്രവാദത്തിന്റെ അതിതീവ്രമായ പ്രസരണം, ലഹരിയുടെ കുത്തൊഴുക്കുകൾ, ഇതെല്ലാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇതിന്റെ എല്ലാം വിപത്തുകൾ നേരിടുന്നത് നാം മനുഷ്യര് തന്നെയാണ് എന്ന് നാം പലപ്പോഴും ഓർമ്മിക്കാറില്ല. നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ, ഭവനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തകർച്ചകൾ നമ്മളെ ബാധിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറില്ല. രാഷ്ട്രം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നതായി തോന്നാറില്ല. ഈ സമൂഹത്തിന്റെ തിന്മകൾ നമ്മളെ ലേശം പോലും യേശുന്നതായി നമുക്ക് തോന്നാറില്ല. പക്ഷെ അതിവിദൂരമല്ലാതെ അത് നമ്മുടെ സമീപേ കടന്നു വരുമെന്നും നമ്മളും ഇതിനെ അഭിമുഖീകരിക്കേണ്ട ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നുവെന്നും ഒരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിക്ക് നിശ്ചയമായിട്ടും ഈ വിഷയത്തിന് മേൽ സ്തോത്രം ജയമെടുക്കുവാനായിട്ട് കഴിയും. ഈ വിപത്തിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നിയമ സംഹിതകൾ കൊണ്ട് പരിശ്രമിച്ചിട്ട് പരിഹരിക്കാൻ കഴിയാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്ത് ഓരോ രാജ്യങ്ങളും പുതിയ പുതിയ നിയമ സംവിധാനങ്ങൾ നിർവഹിച്ചിട്ടും സമൂഹത്തിന്റെ ഈ വലിയ വിപത്തിനെ, തിന്മയെ നേരിടുവാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു കാലഘട്ടത്താണ് നാം ആയിരിക്കുന്നത്. തീവ്രവാദം അടിച്ചമർത്താൻ വേണ്ടി രാഷ്ട്രങ്ങൾ തമ്മിൽ ഉച്ചകോടികൾ കൂട്ടി നിയമങ്ങൾ പാസാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ കൊലപാതകം അല്ലെങ്കിൽ അക്രമ സ്വഭാവങ്ങൾ, ലഹരി നിമിത്തമുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെ നിയന്ത്രിക്കാൻ നിയമ സംവിധാനങ്ങളും നിയമപാലകരും ഒക്കെ കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അവരാൽ ആകാവുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് രാവെന്നില്ല പകലെന്നില്ലാതെ
പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കാലാകാലങ്ങൾ ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിന് പരിഹാരമോ അതിനെ അമർച്ച ചെയ്യുവാനോ കഴിയാത്തൊരു കാലഘട്ടത്താണ് നാം ആയിരിക്കുന്നത്. കുടുംബങ്ങളില് നടക്കുന്ന അസമാധാനങ്ങള്, മൂല്യച്യുതികള്, കുടുംബ തകർച്ചകള്, കുടുംബങ്ങളിൽ ലഹരിയുടെ അതിപ്രസര നിമിത്തം വ്യക്തിബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയ്ക്കകത്ത് പിതാവിനെ ആക്രമിക്കുന്ന ടീനേജുകാരനായ യൗവനക്കാരനായ മകനെ കാണുവാനിടയായി തീർന്നു. ലഹരി കാർന്നെടുത്തവന്റെ സുബോധത്തെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ജന്മം നൽകിയ പിതൃത്വത്തോട് മത്സരിക്കുവാനും ഉപദ്രവിക്കുവാനും അവനെ പ്രേരകമായ ഘടകം എന്ന് പറയുന്നത് മനുഷ്യനിൽ കുടിയിരിക്കുന്ന പാപത്തിന്റെയും പൈശാചികതയുടെയും വികൃത രൂപമാണ്. അത് നിമിത്തം സംഭവിക്കുന്നത് കൊലപാതകങ്ങൾ സംഭവിക്കുകയാണ്. ദാരുണമായ മരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സംഭവിക്കുകയാണ്. വെട്ടിക്കൊലപ്പെടുത്തുന്നു, അപ്പനമ്മമാരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു, വസ്തുവകകൾ എഴുതി മേടിച്ചിട്ട് അപ്പനെയും അമ്മയും പുറത്താക്കിയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. അതിവിദൂരമല്ല, നമ്മുടെ അടുത്ത ജില്ലകളിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ലോകവ്യാപകമായി നോക്കിയാൽ ആഗോളതലത്തിൽ ഇത് വർദ്ധിച്ചു പെരുകി വരുന്നതല്ലാതെ ഇതിനൊരു അവസാനം കാണാൻ കഴിയാതെ മനുഷ്യൻ പലപ്പോഴും ആകുലചിത്തരായി തീരാറുണ്ട്. എന്നാൽ ഇന്നിവിടെ വരച്ചു കാണിക്കുന്ന ഈ ദിവ്യ സ്നേഹം ഇതിനുള്ള ഒരു അമൃത് പോലുള്ള ഒരു സൊല്യൂഷനാണ്. അതെ, ഈ സ്നേഹം കടന്നു എന്നാൽ വ്യക്തികൾ രൂപാന്തരപ്പെടും. അവരുടെ പൈശാചിക സ്വഭാവങ്ങൾക്ക് മാറ്റം വരും, അവരിലെ വൈകൃതങ്ങൾക്ക് മാറ്റം വരും. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് അവൻ രൂപപ്പെടും. ലഹരികൾ വിട്ടൊഴിഞ്ഞ, അക്രമാസക്തമായ സ്വഭാവങ്ങൾ വിട്ടൊഴിഞ്ഞ, മാനസികമായ വിഭ്രാന്തികൾ വിട്ടൊഴിഞ്ഞ് കുടുംബത്തിന് സൽപുത്രനായി അല്ലെ സൽപുത്രിയായി, കുടുംബത്തിന് അനുഗ്രഹ വ്യക്തിത്വങ്ങളായി ഈ വ്യക്തികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു മാറ്റമില്ലാത്ത സ്നേഹത്തെയാണ് ഈ അല്പസമയത്തേക്ക് ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുകയും മാനസാന്തരം നൽകുകയും മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹികളാക്കി മാറ്റുകയും ചെയ്യും. മനുഷ്യൻ സ്വസ്നേഹികളായി ഓടുന്ന ഈ കാലഘട്ടത്ത്, അല്ലെങ്കിൽ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്ന് മൃഗതുല്യമായി ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് ഈ സ്നേഹത്തിന്റെ പ്രസക്തി വളരെ ഊന്നി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കവലകളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് ഇങ്ങനെയൊരു പ്രഭാഷണങ്ങൾക്കും ട്രാക്റ്റുകൾ വിതരണം ചെയ്തുകൊണ്ടും പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ഈ സ്നേഹത്തിന്റെ വിത്തുകളെ പാകുവാൻ ഞങ്ങൾ സജ്ജരായി ഇറങ്ങി പുറപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി തീർത്ഥയാത്രകളും പുണ്യകർമ്മങ്ങളും, അതെ, മനുഷ്യ ദൈവങ്ങളെയും ഒക്കെ ആശ്രയിച്ച് മനുഷ്യന് എവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും? ഈ തകർച്ചകൾക്ക്, കുടുംബ തകർച്ചകൾക്ക്, വ്യക്തിപരമായ തകർച്ചകൾക്ക്, ആത്മഹത്യകൾക്ക്, ദാരുണ മരണങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക്, അക്രമങ്ങൾക്കൊക്കെ പരിഹാരത്തിന് വേണ്ടി ക്ലാസുകളോ കൗൺസിലിങ്ങുകളോ നിയമ സംവിധാനങ്ങളോ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും പരിഹരിക്കാൻ കഴിയാത്തത് ഈ ദിവ്യ സ്നേഹം കൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഇതൊരു ഔഷധം പോലെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുന്നതാണ്. ഇത് വ്യക്തികൾക്ക് രൂപാന്തരം നൽകുന്നതാണ്. വ്യക്തികളെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീർക്കുന്നതാണ്. ഇതിനെയാണ് മാനസാന്തരം എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വചനഭാഗം പറയുന്നത്: കാലം തികഞ്ഞിരിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, ആകയാൽ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. മാനസാന്തരപ്പെടുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിന്റെ ഉടമയായി മാറുകയാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ ഉള്ള ദിവ്യ സ്നേഹം അതിനെ അടച്ചു വെച്ചുകൊണ്ട് മനുഷ്യനെ ക്രൂരനാക്കി മാറ്റുന്നത് ഇഹലോകത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തിയാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണ് തിന്മയും പകയും വിദ്വേഷവും ഒക്കെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എന്നാൽ ദൈവം ഒരുവന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, അതെ, നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ പിതാവ് നൽകിയ ഈ ദിവ്യ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സ്വതന്ത്രം നല്ല വ്യക്തിപ്രഭാവങ്ങളായി മാറുവാൻ ഇടയായി തീരും. അതിനെ സ്തോത്രം വേറെ മതത്തിലേക്ക് ചേരുന്ന, അല്ലെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന്റെ കുലം വിട്ടു മാറുന്ന പ്രക്രിയയല്ല. അതിനെ മാനസാന്തരം എന്നാണ് പറയുന്നത്. മനുഷ്യനെ ദൈവസ്നേഹികളാക്കുന്ന അതേ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ
ഈ മാർഗം എന്ന് പറയുന്നത്. ഈ മാർഗം നിത്യതയ്ക്കുള്ള വഴിയാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്കുള്ള നിരപ്പിന്റെ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെത്. ഇത് സ്നേഹം കൊണ്ട് മാത്രമേ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. കാശ് കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതല്ല, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല. ഈ സ്നേഹം ഒരു വ്യക്തി ഹൃദയം തുറന്ന് ലോകൈക രക്ഷിതാവായ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ അനുഭവയോഗ്യമായി തീരുന്നതാണ് ഈ സ്നേഹം. ഈ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാ. ഇതിനെപ്പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്ന ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒഴിഞ്ഞു പോയാലും അത് എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. കർത്താവായ യേശുവിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഭൂമി മാറിപ്പോയാലും ആകാശം ഒഴിഞ്ഞു പോയാലും മാറ്റമില്ലാത്ത സ്നേഹം, അചഞ്ചലമായ സ്നേഹം, അപ്പനോ അമ്മയോ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. ഈ സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു പെറ്റ അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്നാ ചോദിക്കുന്നത്. മറക്കുകയില്ല. എങ്കിൽ മറന്നാലും മാറ്റമില്ലാത്ത സ്നേഹമാണ് ക്രിസ്തുയേശുവിന്റെ സ്നേഹം. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അപ്പനോ അമ്മയോ നിന്നെ മറന്നാലും തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ഈ ദിവ്യ സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ, ഇതിന് തുലനം ചെയ്യുവാൻ, ഇതിനോട് മാറ്റുരയ്ക്കുവാൻ കഴിയുന്ന മറ്റൊരു സ്നേഹവും ഇഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ ദിവ്യ സ്നേഹത്തെ പറ്റി ലോകം മുഴുവൻ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നാം ദോഷികളും പാപികളുമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ നൽകിക്കൊണ്ട് മനുഷ്യനെ സ്നേഹിച്ച ദിവ്യ സ്നേഹമാണ് കർത്താവായ യേശുവിന്റെ സ്നേഹം. മനുഷ്യൻ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ, തന്നെത്താൻ ബലിയാകുവാൻ, കാൽവറിയിൽ പരമയാഗമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട സ്നേഹം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ പാപത്തിന്റെ പരിണിതഫലമായ മരണത്തെ തന്റെ സ്വന്തം ശിരസിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്നുകൊണ്ട് മാനവരാശിക്ക് പാപത്തിന് പരിഹാരം വരുത്തിയ ഈ ദിവ്യ സ്നേഹം, ഈ സ്നേഹത്തിൽ ആശ്രയിക്കുന്ന, ഈ സ്നേഹത്തിലേക്ക് മുഖം തിരിക്കുന്ന, ഈ സ്നേഹത്തിലേക്ക് വിശ്വസിക്കുന്ന വ്യക്തിക്ക് പിന്നെ ഈ ഭൂമിയിൽ മോക്ഷത്തിന് വേണ്ടി മറ്റൊരു ബാഹ്യ പ്രവർത്തികളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് വസ്തുത. ഇനി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഈ മധ്യാഹ്ന സമയം തേമ്പ്രവാൽ കടവിൻ ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ക്ഷണിക്കുന്നത്. ഈ സ്നേഹം നുകരുന്നതിന്, ഈ സ്നേഹത്തിന്റെ ഉടമയായി തീരുന്നതിന്, ഇതിന്റെ അവകാശിയായി നാം മാറുന്നതിന് പ്രത്യേകമായ ഫീസില്ല, പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളില്ല, പ്രത്യേകമായ നേർച്ചകളില്ല, പ്രത്യേകമായ തീർത്ഥയാത്രകളില്ല, എവിടെയെങ്കിലും ഒരു വിശുദ്ധ സ്ഥലത്ത് ചെന്നെത്തി വിളിക്കേണ്ടതായ കാര്യമില്ല. നാം ഇരിക്കുന്നിടത്തിരുന്ന് പാടത്താണെങ്കിലും പറമ്പിലായിരുന്നാലും അടുക്കളയിലായിരുന്നാലും വാഹനത്തിന്റെ ഉള്ളിലായിരുന്നാലും തെരുക്കോണിലായിരുന്നാലും നീ ഏത് ദുഃഖത്തിൽ, ഏത് അവസ്ഥകളിൽ, ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരുന്നാലും അവിടെ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ, എന്റെ പാപപരിഹാരകനായ ക്രിസ്തുവേ, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത ജീവിക്കുന്ന കർത്താവേ, അത് എന്റെ ഹൃദയം നിനക്കായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകൈക രക്ഷിതാവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ നാം ഈ ദിവ്യ സ്നേഹത്തിന്റെ ഉടമയായി തീരും. ഈ സ്നേഹം കൊണ്ട് നിനക്ക് കിട്ടുന്ന, എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, അത് ലോകത്താർക്കും നൽകുവാൻ കഴിയാത്ത നേട്ടമാണ്. ലോകത്താർക്കും പറഞ്ഞിട്ടില്ലാത്ത, ലോകത്താരും അവകാശപ്പെട്ടിട്ടില്ലാത്ത, ലോകത്താർക്കും തരുവാൻ കഴിയാത്ത വലിയൊരു നേട്ടത്തിലേക്കാണ് നാം കാഴ്ചവെട്ടപ്പെടുന്നത്. തിരുവചനത്തിൽ ഇപ്രകാരമാണ് അത് പറയുന്നത്, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള പദവി. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കുലത്തിന്റെ പേരിൽ അഭിമാനപ്പെടുന്ന സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെക്കാളൊക്കെയും മഹത്തായ ഒരു പദവിയിലേക്കാണ് ഞാനും നിങ്ങളും ചുവടുവയ്ക്കുന്നതെന്ന് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ഭവനക്കാരായി, ദൈവത്തിന്റെ മക്കളായി തീരുന്ന ഒരു മനോഹരമായ അനുഭവമാണ് ക്രിസ്തുവിനെ ഉള്ളത്തിലേക്ക് ക്ഷണിക്കുന്ന അനുഭവം. ഇന്നിനെ കേൾക്കുന്നതിൽ ആരെങ്കിലും അപ്പനോ അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട് അനാഥരായി കേൾക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടു പോയ അനുഭവം ഉണ്ടാകാം. ഭർത്താവ് തള്ളിക്കളഞ്ഞൊരു ഭാര്യയായിട്ട് കേൾക്കുകയായിരിക്കാം. അപ്പനില്ലാത്ത കുഞ്ഞായി നീ കേൾക്കുകയായിരിക്കാം. എന്നാൽ നിനക്കൊരു നല്ല അപ്പനാണ് കർത്താവായ യേശു. നിനക്കൊരു നല്ല ഭർത്താവാണ് കർത്താവായ യേശു. ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകൈക രക്ഷിതാവ് നമുക്കൊരു പിതാവാണ്. അവൻ നമ്മുടെ സകല ഭാരങ്ങളെയും ഏറ്റെടുക്കാമെന്ന് ഉത്തരവാദിത്വത്തോടെ അസന്നിഗ്ധമായി വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അരികിലേക്ക് വാ. ലോകത്ത് ആർക്കും പറയുവാൻ കഴിയാത്ത ഈ അതുല്യമായ പ്രസ്താവന കർത്താവായ യേശു ക്രിസ്തു സമൂഹത്തെ നോക്കി വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഭാരം പേറുന്ന ജനതയ്ക്ക് ആശ്വാസത്തിനായി, ചുമട് താഴ്ത്തുവയ്ക്കുവാനായി അനുഗ്രഹീതമായ ഒരിടം ഇതാ സർവശക്തനായ ദൈവത്തിന്റെ തോൾ ചായ്ച്ചു തന്നിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിന്റെ സകല ഭാരവും ചിന്താകുലവും എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്റെ ഭാരം എന്തായിക്കോട്ടെ, സാമ്പത്തികമായ തകർച്ചയാണോ, തലമുറയുടെ വഴിവിട്ട ബന്ധത്തിലുള്ള ജീവിതത്തിൽ ഓർത്ത് നീ ദുഃഖിതയാണോ, ഭർത്താവിനെ ഓർത്ത് വ്യാകുലപ്പെടുകയാണോ, ഭീകരമായ കടഭാരങ്ങളോ ജപ്തികളോ ഓർത്ത് തകർന്നിരിക്കുകയാണോ, വരാൻ പോകുന്ന രോഗത്തെ പറ്റി ആശങ്കാകുലമായി കേൾക്കുകയാണോ, അതേ തിന്മ നിമിത്തം സമൂഹത്തില് വേദനിക്കുന്ന അപമാനങ്ങൾ ഏറ്റുവാങ്ങി പഴി ദുഷി പരിഹാസങ്ങളുടെ നടുവിൽ വിഷണ്ണയായി കേൾക്കുകയാണോ, തകർന്നുടഞ്ഞൊരു ചില്ലുപാത്രം പോലെ ഇരിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഇന്ന് ഈ മധ്യാഹ്ന സമയം കർത്താവിന്റെ ദിവ്യ സ്നേഹം തേമ്പ്രവാൽ കടവിലെ നിന്റെ ഭവനത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ, നിന്റെ ചിന്താകുലങ്ങളെ മാറ്റുവാൻ, നിന്റെ കണ്ണുനീരുകളെ ഒപ്പുവാൻ, നിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ, നിന്റെ തകർച്ചകളിൽ നിന്നെ കരകയറ്റുവാനായിട്ടത്രേ ഇന്ന് ഈ മധ്യാഹ്ന സമയം ഈ ദേശത്ത് ഈ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് ലോകൈക രക്ഷിതാവായ മനുകുലത്തിന്റെ രക്ഷാപൂർത്തികരായ കാരണക്കാരനായി തീർക്കുന്ന നസ്രയനായ യേശുവിനെ ഉള്ളിലേക്ക് ക്ഷണിക്കുമെങ്കിൽ നിന്റെ ചരിത്രം മാറും, അവസ്ഥകൾക്ക് ഭേദം വരുവാനിടയായി തീരും. വിശുദ്ധ ബൈബിൾ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല, നമുക്ക് രക്ഷപ്പെടുവാൻ വേറൊരു മാർഗവുമില്ലെന്ന് വിശുദ്ധ ബൈബിൾ ആധികാരികതയോടെ ഓർപ്പിക്കുകയാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാനായി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിലേക്ക് ആശ്രയിക്കുവാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതല്ലാതെ മറ്റൊരു പരിഹാര മാർഗമില്ല. നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഏകമാർഗം, നാം മുടിഞ്ഞു പോകാതെ, നാം തകർന്നു പോകാതെ, നാം ഇല്ലായ്മയായി തീരാതെ ഇരിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, അതെ പ്രബുദ്ധരായ ദേശമേ, എന്നെ കേൾക്കുന്ന വിദ്യാസമ്പന്നരായ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ ഈ ദിവ്യ സ്നേഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുവെങ്കിൽ നിന്റെ ശൂന്യതകളെ മാറ്റും, നിന്റെ നിരാശകളെ മാറ്റും. നിന്റെ പ്രയത്നങ്ങൾക്ക് ഫലമില്ലാതെ നീ തകർന്നിരിക്കുകയാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരമായി തീരുവാനിടയായി തീരും. അതെ, ഇന്ന് ഈ മധ്യാഹ്ന സമയം നിങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ ഈ ദിവ്യ സ്നേഹം നിങ്ങളുടെ ജീവചരിത്രത്തെ മാറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താൻ ലോകത്തിലുള്ള മനുഷ്യവർഗം ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് താൻ വെളിച്ചത്തിൽ മനുഷ്യനായി താഴ്ന്ന ലോകത്തേക്ക് വന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള കർത്താവിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് സംസാരിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതും ഞങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. ഭൂലോകമൊക്കെയും പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകണം. വിശ്വസിക്കുന്നവരെ അവരെ സ്നാനമേറ്റ് സഭയോട് ചേർത്തുകൊള്ളുവീൻ, അത് എന്റെ വരവ് സമാഗതമായിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നും വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുക. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അംശികളായി തീരുവാനുള്ള ആഹ്വാനമാണ് ഈ തെരുക്കോണിൽ ഇന്ന് മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ യേശു ക്രിസ്തുവിനെ സ്വായത്തമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേറെ ഒരു ചടങ്ങുകളുമില്ല. ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കുക മാത്രമാണ്. വിശുദ്ധ ബൈബിളിലെ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം ഇന്നായിരിക്കും. തിരുവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇന്ന് ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്നവരുടെ ഹൃദയത്തിൽ കാതുകളിൽ വന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷകനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാനുള്ള ആഹ്വാനത്തെ വൃഥാവാക്കാതെ, തള്ളിക്കളയാതെ ഈ നല്ല സമയം നിങ്ങൾ കർത്താവിന്റെ അരികിലേക്ക് വാ. പാട്ടുകാരൻ പറയുന്നത് പോലെ, വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവീൻ. വരുവിൻ യേശുവിനരികിൽ,
എത്ര നല്ലവൻ താൻ രുചിച്ചറിവീ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവാനുള്ള സുവർണ അവസരമാണ് ഇന്ന് ഈ മധ്യാഹ്ന സമയം മുഴങ്ങിക്കേട്ടത്. നിങ്ങളുടെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കുമെങ്കിൽ നിങ്ങൾ ഈ ദിവ്യരക്ഷയുടെ ഉടമകളായി തീരും. കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇന്ന് കേൾക്കുമ്പോൾ യേശു ഉള്ളങ്ങളിൽ വരുമ്പോൾ ആത്മാവ് സംബന്ധമായി നിങ്ങൾക്കുണ്ടാകുന്നത് നിത്യജീവൻ എന്ന പദവിയാണ്. ദൈവരാജ്യത്തിന്റെ അംശിയായി തീരുകയാണ്. ഓർപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് ഈ സുവർണ അവസരം വൃഥാവാക്കാതെ വേഗത്തിൽ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ഓർപ്പിച്ചുകൊള്ളുകയാണ്. മതങ്ങൾ നമ്മളെ രക്ഷിക്കുകയില്ല, അതേ സ്തോത്രം, പ്രസ്ഥാനങ്ങൾ നമ്മളെ രക്ഷിക്കുകയില്ല, ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളെ രക്ഷിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ അരികിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു മാർഗമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. വിശുദ്ധ പുസ്തകം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ അതേ മരിച്ചാലും ജീവിക്കും. ഇന്ന് കർത്താവായ യേശു പറഞ്ഞ ആ വഴിയിലേക്ക്, ആ ജീവന്റെ വഴിയിലേക്ക് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവിനെ ഉള്ളത്തിലേക്ക് ക്ഷണിക്കുവാൻ ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞാൽ വളരെ അനുഗ്രഹമായി തീരും. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഇനി തെരുക്കോണിൽ മുഴക്കപ്പെട്ട ഈ ശബ്ദം ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചതും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതും. എന്റെ പാപപരിഹാരത്തിനായി ഞാൻ അങ്ങേ എന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഉള്ളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതെ ഇന്നു മുതൽ ഞാൻ അങ്ങേയ്ക്കായി എന്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെ ദൈവമക്കൾ എന്ന പദവിയിലേക്ക്, രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക്, ബോൺ അഗെയിൻ എന്ന പദവിയിലേക്ക്, വീണ്ടും ജനനം എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുമെന്ന് അതെ ഓർപ്പിച്ചുകൊള്ളട്ടെ. കർത്താവിനെ സ്വീകരിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി താൻ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ നാൾ ഇപ്രകാരം താൻ പറഞ്ഞു, ഞാൻ പോയതുപോലെ വേഗത്തിൽ വരും. അതെ, ഞാൻ വരും. എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നോട് ചേർന്ന് വസിക്കുന്നവൻ, എന്റെ വാക്കുകളെ കാത്തവൻ, കൽപ്പനകളെ അനുസരിച്ചവൻ നിത്യതയ്ക്ക് വേണ്ടി ചേർക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുകയാണ്. വേഗത്തിൽ ഞാൻ മടങ്ങി വരും. മേഘാരൂഢനായി ഞാൻ വാനത്തിൽ വേഗത്തിൽ പ്രത്യക്ഷപ്പെടും. അതെ, എന്നിൽ വിശ്വസിക്കുന്നവനെ ചേർത്തുകൊള്ളപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ അന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന സുദിനമായിരിക്കും അത്. ജീവനോടിരിക്കുന്ന നാം ഞൊടിനിമിക്കുന്ന സമയം കൊണ്ട് കർത്താവിനോടൊപ്പം എടുത്തുകൊള്ളപ്പെടുവാനിടയായി തീരും. ആ സുദിനം അടുത്തിരിക്കുകയാണ്. കാലഘട്ടങ്ങൾ അതിനുള്ള അതേ അടയാളങ്ങളെ വിളിച്ചോതുക. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും അപ്പനമ്മമാർ മക്കൾ തമ്മിലുള്ള പോരാട്ടങ്ങളും ഒക്കെ ലോകത്തെ അടയാളങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ലോകത്തെ അടയാളങ്ങൾ അതിനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന് അധിക താമസമില്ല എന്ന് പ്രിയമുള്ളവരെ ഓർപ്പിച്ചുകൊള്ളട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. പാട്ടുകാരൻ പാടുന്നോളെ, വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവീൻ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവീൻ. യേശു എത്ര നല്ലവനെന്ന് രുചിച്ചറിവീൻ. നിങ്ങളുടെ സമയങ്ങളെ വൃഥാവാക്കാതെ കർത്താവിലേക്ക് ചിരിക്കുവാൻ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ഒരു ഭാരങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിച്ചോളൂ. ഈ സമയം വരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശനിവാസികളെ, ഞങ്ങളുടെ സഹയാത്രികൻ പറഞ്ഞതുപോലെ സ്നേഹം കൊടുക്കുന്ന യേശുവിനെ കുറിച്ച് ഇന്ന് പൽക്കാലം കേൾക്കുവാനിടയായിത്തീർന്നല്ലോ. ഈ ലോകം തരാത്ത സ്നേഹം, മക്കൾ തരാത്ത സ്നേഹം, ഭാര്യ തരാത്ത സ്നേഹം, ഭർത്താവ് തരാത്ത സ്നേഹം, സ്വന്തക്കാര് ബന്ധുമിത്രാദികളൊക്കെ തരാത്ത സ്നേഹം, ഈ ലോകം തരാത്ത സ്നേഹം, ഭരണാധികൾ തരാത്ത സ്നേഹം നൽകുന്ന ഒരു യേശുവിനെ കുറിച്ച് ഇന്ന് കാലം കേൾക്കുവാനിടയായിത്തീർന്നല്ലോ. ഈ സ്നേഹം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആ ചങ്കോട് കൈവച്ച് പ്രാർത്ഥിക്കാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയില്ല എങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ആ അസാസമാനമില്ലാതിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ,
ഈ സമയം വരെയും കർത്താവ് ഈ ദേശ നിവാസികളോട് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ദാസനെ കൂടെ കേൾക്കുവാൻ വേണ്ടിയായിരുന്നല്ലോ. കേട്ട ജനത്തെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഏതെങ്കിലും വിധത്തില് അല്ലെങ്കിൽ സ്നേഹമില്ലാതിരിക്കുന്നെങ്കിൽ ആ യേശു അവിടുത്തെ സ്നേഹം ഇന്ന് പൽക്കാലായിരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥലത്ത് ഇറങ്ങി വന്ന് ആ സ്നേഹം അവർക്ക് കൊടുക്കണമെന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാ ദേശവാസികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, മഹത്വം അവിടുന്ന് എടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.